Oh bro, why they are calling underdogs? They are cooked PSG. PSG ഫുൾ കോൺഫിഡൻസിലായിരിക്കണം. കാരണം അവർ റിയൽ ഇന്റർ ബയൺ എല്ലാവരെയും തോൽപ്പിച്ചിട്ടാണ് ഫൈനലിലേക്ക് വന്നത്. ബട്ട് ചെൽസി അവരെ ഔട്ട്കാസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ചെൽസി ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിച്ചിരുന്നു. ഓ മൈ വേൾഡ്, പാമർ, കോൾ പാമർ. ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ പ്രവചനം പൊളിച്ചടക്കിയ മുതല്, കത്തിനിന്ന പാരീസിനെ തണുപ്പിച്ച് കിടത്തിയ മുതലാണ്. എന്താ പറയാ, വെന്തുരുകുന്ന അമേരിക്കയിൽ ഐസ് കോരിയിട്ടത് പാമറാണെന്ന് പറയാം. ചെൽസിയുടെ മെന്റാലിറ്റി അടിമുറി മാറിയിട്ടുണ്ട്. മാച്ചിന് മുൻപ് അവർ എന്താണോ പറഞ്ഞത് അത് തന്നെ അവർ ചെയ്തു കാണിച്ചിരിക്കുന്നു. ആൻഡ് പാമർ, വാട്ട് ബ്രോ, 2 goal and 1 assist. എക്സലന്റ് പെർഫോമൻസ് ഫ്രം കോൾ പാമർ. അവർ വെറുതെ ജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നന്നായി തന്നെ കളിച്ചു ചെൽസി. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവരുടെ മെന്റാലിറ്റി കാണിച്ചു എന്നതാണ്. എല്ലാവരും, എസ്പെഷ്യലി ജാവോ പെഡ്രോ, ഓ മാൻ വാട്ട് എ ഫിനിഷ്, പാമറിന്റെ പാസ്. അതുപോലെ തന്നെ കസീഡോ. PSG ഇന്നത്തെ കളി കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലെയർ വേണമായിരുന്നു എന്ന് തോന്നി. വാട്ട് എ പെർഫോമൻസ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് സാഞ്ചസിന്റെ പ്രകടനം. ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കിഡു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും വിചാരിച്ചത് PSG ജയിക്കുമെന്നായിരുന്നു. PSG അത്രയും നല്ല ഫോമിലായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ചെൽസി തന്നെയാണോ ഇത്? കഴിഞ്ഞ സീസണിൽ അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആരും എക്സ്പെക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും PSG ആയിരുന്നു മുൻഗണന കൊടുത്തിരുന്നത്. PSG അത്രയും എളുപ്പത്തിൽ ഈസിയായി അടിക്കാമെന്ന് വിചാരിച്ച കപ്പായിരുന്നു. പക്ഷേ നടന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അവർക്ക് ലാസ്റ്റ് ആയപ്പോൾ ഉണ്ടായിരുന്നു. കോച്ച് പ്ലെയറിന്റെ മുഖത്തടിക്കുന്നു, അനാവശ്യമായി PSG ഫൗൾ ചെയ്യുന്നു. കൂടാതെ ജാവോ നവാസിന്റെ ഫൗൾ കുക്കറിലെ മുടിയിൽ പിടിച്ചു വലിക്കുന്നു. സോ അവനും റെഡ് കാർഡ് കിട്ടി. ആ കാർഡ് കളിയെ ബാധിക്കുന്നില്ല, കാരണം അതിക്ക് മുമ്പ് തന്നെ ചെൽസി എന്തായാലും വിജയം ഉറപ്പിച്ചിരുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ചെൽസി പ്രീമിയർ ലീഗ് ഫേവറേറ്റ്സ് കൂടി ആയിരിക്കും. എൻസോ മരസ്ക നന്നായി തന്നെ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്. ടീമിലെല്ലാവർക്കും തന്നെ നല്ല റോളുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പാമറെ കുറിച്ച് പിന്നെ പറയണ്ട, വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്, നല്ലൊരു പ്ലെയറാണ്. കസീഡോ ആണെങ്കിലും തൻ്റെ റോള് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. റീസ് ജെയിംസ് ഇന്നലെ അവരുടെ മിഡ്ഫീൽഡർ എല്ലാവരെയും കളി തന്നെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരെയും അകത്തോട്ട് കയറ്റിവിടാതെ നന്നായി തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോള് ചെയ്തു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു ചെൽസി.